മഹാഭാരതയുദ്ധത്തിലെ 7-ാം ദിവസം കുരുക്ഷേത്രഭൂമി വീണ്ടും പോരാട്ടഭൂമിയായി. സൂര്യനുദിച്ചപ്പോൾ തന്നെ ഭീഷ്മരുടെ നേതൃത്വത്തിലുള്ള കൗരവസൈന്യം അണിനിരന്നു. ഭീഷ്മരുടെ അജയ്യമായ സൈന്യത്തെ നേരിടാൻ ധർമ്മപുത്രർ തന്റെ സൈന്യത്തെ വജ്രവ്യൂഹം എന്ന ശക്തമായ സൈനിക വിന്യാസത്തിൽ അണിനിരത്തി. ഈ വ്യൂഹത്തിന്റെ അഗ്രഭാഗത്ത് ധൃഷ്ടദ്യുമ്നനും മധ്യഭാഗത്ത് ഭീമനും പിന്നിൽ അർജുനനും അണിനിരന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഭീഷ്മരും അർജുനനും നേർക്കുനേർ ഏറ്റുമുട്ടി. ഭീഷ്മരുടെ ശരവർഷം അർജുനനെ തളർത്തി. അപ്പോൾ ഭീമൻ ഭീഷ്മരെ തടഞ്ഞു. അതോടെ ഭീഷ്മർക്ക് പിന്തിരിയേണ്ടിവന്നു. പിന്നീട് കൗരവസൈന്യത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് അർജുനന്റെ മകൻ അഭിമന്യു മുന്നേറി. ദുര്യോധനന്റെ സഹോദരന്മാരായ വികർണൻ, ചിത്രസേനൻ, ദുർമർഷണൻ എന്നിവരെ അഭിമന്യു ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തി. അഭിമന്യുവിന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ കൗരവസൈന്യം പരിഭ്രാന്തരായി. മറ്റൊരു ഭാഗത്ത് ഭീമനും ദ്രോണരും തമ്മിലും ശക്തമായ പോരാട്ടം നടന്നു. വിരാടരാജാവിന്റെ മകനായ ശംഖൻ ദ്രോണരുമായുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടു. ഇത് പാണ്ഡവപക്ഷത്തിനു വലിയ തിരിച്ചടിയായി. സഹദേവനും ശല്യരും തമ്മിലും ദൃഷ്ടദ്യുമ്നനും ദുര്യോധനനും തമ്മിലും രൂക്ഷമായ യുദ്ധം നടന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. അതോടെ 7-ാം ദിവസത്തെ യുദ്ധം അവസാനിച്ചു.